എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. കുമ്മായം വായ ഉള്ളൂലേ? എന്ത് കുമ്മായം കഴിച്ചാലല്ലേ തിരിപ്പുള്ളോട്ടെ. കുമ്മായം ശരീരത്തിന് അത്യുത്തമം. അതെ, ചെട്ടിനാട് കുമ്മായം അതാണ് ചെയ്യാൻ പോണത്. ചെട്ടിനാട് സിമെന്റ് നല്ലത്, കുമ്മായം ഉണ്ടല്ലോ അവിടെ. വലിച്ച കോമഡി. അയ്യേ. അപ്പൊ നമുക്ക് കുമ്മായം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിനാദ്യം നമുക്ക് ശർക്കര വേണം. പാമ്പൻ പാലങ്ങൾക്ക് പിൻബലമേകും ചെട്ടിനാട് കുമ്മായം. ഇതിന്ന് കഷ്ണം തരൂ. ഇതിന്ന് കഷ്ണം തരില്ലേ? വേറെ കഷ്ണം അതിനാ നാളികേരം, റോഡിൽ കൂടെ ഏതോ ഒരു വണ്ടി ഹോൺ അടിച്ചു. അതിന് അതെ, ഇപ്പത്തെ തേങ്ങയുടെ വില എന്താന്നറിയാം? തേങ്ങക്ക് വില കുറഞ്ഞിട്ടുണ്ട്. ശരി ശരി, ചെയ്യണം. ഇത് ചെയ്തോണ്ട് പറഞ്ഞോളൂ. ഏത് ചെയ്തോണ്ട്? ഇതിന്റെ പ്രത്യേകതകൾ, കഥകൾ. അതായത് കർക്കിടക മാസത്തില് നിർബന്ധമായിട്ടും കർക്കിടക വെള്ളികളിലൊക്കെ ചെട്ടിനാട് ഭാഗം. ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഇന്ന് 31 ഇന്നും കൂടി ഉള്ളൂ കർക്കിടകം. നാളെ 1-ാം തീയതി. അപ്പൊ കർക്കിടക വെള്ളികളിലൊക്കെ ചെട്ടിനാട് ഭാഗത്ത്, തമിഴ്നാടിന്റെ ഭാഗത്ത് കുമ്മായം നിർബന്ധമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അവിടെ ദേവിയാണല്ലോ കൂടുതൽ ആടിമാസത്തില് വിശേഷങ്ങൾ ദേവിക്കാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ചകളും കർക്കിടക മാസത്തിലും മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. കർക്കിടകത്തിലെന്നല്ല, എനിക്ക് തോന്നുന്നു ചെട്ടിനാട് ഭാഗത്തൊക്കെ എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്കും കുമ്മായം ഒന്ന് ചെയ്തു നോക്കാം. ആ ചിരട്ട തല്ലി പൊട്ടിച്ച് അത് മുഴുവനും തിന്നാനുള്ള ഒരു വേഷം കെട്ടാണ് മിസ്റ്റർ ആകാശ് കാണിക്കുന്നത്. ഞാൻ ചോറിനോണ്ടിരിക്കണേ. ഞാൻ പാവം. ചോറ് എന്തിട്ട് കൂട്ടാൻ? മത്തങ്ങ പുളിങ്കറി. അതെ, ഇത് ശർക്കര. എന്തിന്? ചോറിൻ്റെ കൂടെ കഴിക്കാനാ? അയ്യേ, നല്ല സ്വാദുണ്ട്. അങ്ങനെ ഇപ്പൊ സ്വാദിക്കണ്ട. നിനക്കെന്താ കാര്യം? കഴിഞ്ഞൊരു വർഷം അവ മാത്രമേ കഴിക്കാൻ നിക്കണം. സത്യത്തിലേ ഈ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഇതുങ്ങള് രണ്ട് വഴിക്ക് പോയി. ഏത്? നമ്മുടെ ഈ മക്കളുകൾ. എനിക്ക് നമുക്ക് ആകെ കൂട്ടുണ്ടായിരുന്നത് അവനാ, ബുബാച്ചനാ. ഇപ്പൊ ഇവര് വന്നു കഴിഞ്ഞപ്പോ ഇവരങ്ങോട്ട് ഭരിക്കണം അവനെ. അവൻ സമ്മതിക്കോ? അത്ര വലിയ ശർക്കര തുറക്കരുത്. വെക്കവിടെ പകുതി എനിക്കിതാ. ചോറിന് കൂട്ടാനൊന്നുമില്ല. ചോറ് അപ്പൊ ഈ കൂട്ടണ കൂട്ടാനല്ലേ? പകുതി അച്ഛനോട് കൊടുക്കൂ. പകുതി ആവില്ല, മുറിച്ചു കൊടുക്കും. ഈ ശർക്കര നിനക്ക് ടച്ചിങ്സിന് ഏതെങ്കിലും തായോ? ചോറുണ്ട് കഴിഞ്ഞാലേ വായ നാക്കാനായിട്ട് ഇത് ശർക്കര തന്നെ. ഇതാണ് ഗൈസ്. ഇവരെ എല്ലാരും പറഞ്ഞ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് വേണം ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ. ഇപ്പുറത്ത് ബുബേം വന്നിരിപ്പുണ്ട്. ഇനി ഊണ് കഴിച്ചിട്ട് മധുരം കഴിച്ചില്ല, അത് വേണ്ട. ബുബേം ഊണിനെ കൂട്ടാൻ മത്തങ്ങ പുളിങ്കറി. അവനൊരു ഇഷ്ടപ്പെട്ടില്ല. അവന് മനഃപൂർവ്വം അവന് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും കൂടി ഇരുന്നിട്ട് അവനാണ് സൈക്കിളിൽ. അച്ഛന്റെ അമ്മയുടെ അടുത്തും 2 മക്കളെ. ബുബാ നാളികേരം ചെയ്യാതെ അടുത്ത ഇനി പൊട്ടിച്ചിടണം. പോരാ, എനിക്ക് തേങ്ങക്കുള്ള കിട്ടില്ല. ലേശം എടുക്കും. ലേശിക്കേണ്ടതുണ്ട് ലേശം. കണ്ണേട്ടനെ കാണാൻ മഞ്ചേരിയിൽ നിന്നൊരാൾ വരും. അപ്പോ അദ്ദേഹം പറവൂരെത്തി എന്ന് പറഞ്ഞപ്പോ ഇവനെ കൂട്ടിക്കയറ്റിയില്ലെങ്കിൽ എടുക്കരുത്. ശരി, പറഞ്ഞു കൊടുക്ക്. ഇന്നലെ നീ എടുത്തു പറഞ്ഞം. ഡയറ്റിംഗ് സ്പെഷ്യലാണ്. വേണ്ട. ആ ഡയറ്റിംഗ്, അവൻ ഡയറ്റിന്റെ ഭക്ഷണം കഴിക്കും, അതല്ലാത്ത ഭക്ഷണം കഴിക്കും. ഇതെന്താ ലഡ്ഡും ഇതു പറയൂ. അതിന്റെ സ്പെഷ്യൽ എന്താണ്ടൊക്കെ കുരുവിട്ട് ഉണ്ടാക്കി വെച്ചത്. മധുരമില്ലാന്ന് പറഞ്ഞിട്ട് ശർക്കര എടുത്തിട്ടുണ്ടോ? തീർന്നത്. ഇനി എടുക്കരുത് കേട്ടാ. കഴിഞ്ഞു. വിഷമിച്ചാണ് കാണിച്ച് സമ്മതിക്കല്ലേ? ഓഹ്, വിഷമം വന്നാണോ ആ എക്സ്പ്രഷൻ? പറഞ്ഞത് നന്നായി. അതെ, മക്കളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ പറ്റി ഒരു കമന്റ് കണ്ടു. നിങ്ങൾ എന്താ
പറഞ്ഞോ അമ്മ പറയൂ അമ്മേ ആ പറയൂ പറയൂ ആ ബോട്ടിൽ ഫീഡിങ് ബേബീസ് ആണ് അത്ര. പിന്നെ ഫീഡ് ചെയ്യണമെങ്കിൽ ബോട്ടിലല്ലാണ്ട് പിന്നെ എങ്ങനെ ഫീഡ് ചെയ്യും? ആ വിളിച്ചില്ലേ വല്യമ്മ മോനും കൂടി ഇവിടെ ഒരു ഓട്ടപ്രദർശനം ഉണ്ടാവും കേട്ടാ. വല്യമ്മ അവന്റെ പുറകെ ഒരു കുറെ നേരം ഓടേണ്ടി വരും. ബുബാ, എവിടെയാ? Go to room. അപ്പൊ എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ? അച്ഛനമ്മയെ പൊന്നായിരുന്നു. ഇതിനാവശ്യമില്ലാത്ത കമന്റ് ഒക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ഞാൻ വായിക്കുക കളയാ. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇല്ല, അച്ഛനെന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് മാത്രമല്ല കൊട്ടത്തെടുത്ത് വെക്കല്. എവിടെ വെക്കല്? കൊട്ടത്ത്. കൊറ്റത്തോ? അത് കൊറ്റംകുളങ്ങര. കൊറ്റത്ത് എന്ന് പറയണത് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത സന്ദർഭം ഒരു ആവശ്യം ഉണ്ടാവില്ല അവിടെ ഈ സാധനം അവിടെ ചെക്കഞ്ഞിട്ട് ഇങ്ങനെ എടുത്തത്. അല്ല, ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ഇവര് ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രതികരിക്കൂല. പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയുകയോ ചെയ്യുമ്പോ നൈസായിട്ട് നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കും. പഞ്ചസാര മേടിക്കുന്നതിൽ ലാഭത എന്ത്? ശർക്കര 38 രൂപ ഉള്ളൂ 2 കിലോ. 25 രൂപ ശർക്കര പഞ്ചാരക്ക്. ആരോ കിലോന് 60 കിലോ. എന്റെ പിള്ളേരൊക്കെ അതിപ്പോ കണക്കൊക്കെ പഠിച്ചുട്ടോ. പണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് അതല്ല, ഞാനിങ്ങനെ കമന്റ് കാണുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന് മറുപടി കൊടുക്കണം എന്നൊക്കെ തോന്നും. ഇവരെന്നെ ചീത്ത പറയും. ഒരുപാടില്ലാതെ വെക്കല് പ്രമോദ് മാമൻ ഊണഴിക്കാൻ പോകും. എനിക്ക് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി എന്റെ പാടൊക്കെ ശരിയാക്കാൻ. അപ്പൊ എന്താ താനൊരു കാര്യം ചെയ്യൂ, ഈ ശർക്കര ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കും. കാത്തിരുന്നോ? ഗുഡ് ബൈ. ദേടാ, അത് മൊത്തം അതിന്റെ പകുതി അവന്റെ വാഴ പോവും. കള്ളന്റെ ഈ താക്കോൽ കൊടുക്കണ പോലെയാ. നമ്മളിപ്പോ വെള്ളം ചൂടാക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അമ്മ ശർക്കര ഉരുക്കാന്ന് പറഞ്ഞ മഹാൻ ആ വഴി പോയി. ഞാൻ ഇവിടെ നിൽക്കില്ലേ ചിത്തേന്റെ പാരമ്പര്യം അല്ലാണ്ട് എന്താ പറയാ. എന്ത് ബാക്കിയുള്ളവരുടെ വലിയ പഴിയാറ് ചിറ്റത്തോരെ പറഞ്ഞ നമുക്ക് അടിയിട്ട് കൂട്ടോ. ഇത് വേറെന്താണ്ടൊക്കെ പൊങ്ങി വരുന്നുണ്ടല്ലേ. അതില് പിന്നെ അഴുക്കുണ്ടാവില്ല, അതല്ല ധരിക്കണത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു 4 ഇടങ്ങഴി മണ്ണ്. 4 ഇടങ്ങഴിയല്ല 8 സെന്റ് മണ്ണുണ്ട്. 8 സെന്റ് ഭൂമി മണ്ണുണ്ട്. പക്ഷെ 8 സെന്റ് മൊത്തം വീടാ. 8 സെന്റിൽ ഏതാണ്ട് 1/4 സെന്റ് മാത്രമേ ഉള്ളൂ മുറ്റം വീടിന്. 8 സെന്റ് മൊത്തം വീടാന്ന് പറഞ്ഞാൽ ബംഗ്ലാവാണ് എനിക്ക് വരും. കൈ പൊള്ളുന്നു. അപ്പൊ ഇത് അരിച്ചു കഴിഞ്ഞു. നമ്മളിനി ഇത് അരിച്ചെടുക്കണം. നമുക്ക് വേണ്ട സാധനങ്ങള്: ഉഴുന്ന് 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ്, 1/4 കപ്പ് ചെറുവേറ്റും പരിപ്പ്, അതിൽ ഒരു ശകലം കൂടെ കുറഞ്ഞിട്ട് പച്ചരി. ഇത് 3 നല്ല പോലെ വറുത്തെടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഉഴുന്ന് വറുക്കാം. അപ്പൊ നമ്മുടെ കട്ടൻ കാപ്പി ഇവിടെ ചൂടായിക്കൊണ്ടിരിപ്പുണ്ട്. എന്താ കാണിക്കണേ? അടി മേടിക്കുന്നതന്നെ കണ്ട, കുറുമ്പിന്റെ കൈലാസമാണ്. പേടിച്ച് മൂത്രമൊഴിച്ച് വെച്ച് കൊറേ നാളായി ഇത് കേട്ടേ. പെട്ടെന്ന് കേട്ടപ്പോ ഇല്ല വല്ലാണ്ടായി. നല്ല ഗോൾഡൻ കളർ ആവണ വരെ കുട്ടി പോയി ഗേറ്റ് തുറക്കും. എന്താണെന്ന് നല്ല ഗോൾഡൻ കളറാണ്. അപ്പൊ ഇതോ അത് ഓഫ് ചെയ്യാം. നല്ല അലിഞ്ഞാ മതി. അത് നല്ല ചുമക്ക വറുത്തെടുക്കണം. ചുമക്ക വറക്കട്ടെ. ഇതെങ്ങനെ ഈ ഓവൻ ഇവിടെ ഒന്ന് അച്ഛനിടക്കിടക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇവിടെ നിന്ന് ഗ്രൈൻഡർ എടുത്ത് അങ്ങോട്ട് വെച്ച് അവിടെ നിന്ന് ഓവൻ എടുത്ത് ഇങ്ങോട്ട് വെച്ച് എന്തെല്ലാം നടത്തും പരിപാടി. ആരോ ഗസ്റ്റ് വന്നുണ്ട്. നമ്മുടെ മഞ്ചേരിയിൽ നിന്ന് വരുന്ന ആളാണ്. Somebody has came. ആ ജനലിൽ തുടച്ചിട്ടുകൂടില്ല. അതിന്റെ ഇടയിൽ കൂടെ എന്ത് കാണാൻ കാണണ്ട്. അത്ര വൃത്തിയോടൊന്നുമല്ല ഈ വീട്. നിങ്ങളുടെ പറഞ്ഞു പോണേ കടിയാ. പട്ടിക്കൂട് എടുത്ത് പട്ടിയും കുട്ടിയും എല്ലാം കൂടെ. ഒരു പട്ടിയും 2 കുട്ടിയും 3 കണക്കാണ്. 2 കുട്ടി ഉണ്ടായില്ല, 1 കുട്ടി ഉണ്ടായുള്ളൂ. ഞാൻ ഇന്നലെ വന്നോളൂ. ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. വേണ്ടായിരുന്നു. അവിടെ എങ്ങനെ നിന്നാൽ മതി. അത് സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയല്ലേ മോനെ. എന്തടേ
പോട്ടണ്ട് കണ്ട ചുമക്ക വറക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമക്കണം നമ്മളെ കയ്യിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ചുമന്നെടുക്കണം. ഒരച്ഛല് വാർക്കാന്ന് കേട്ടിട്ടില്ല, അച്ഛനും മോനും കണക്കാ. ചന്തിക്കടിക്കാം അവിടെ അവിടെ അടിക്കടിക്കമ്മ അടിക്ക് അടിക്ക് കൊടുക്ക ഇവിടെ. ആ ഞാൻ രക്ഷപ്പെട്ടേനെ കുറുമ്പൻ. ഞാൻ എന്ത് സത്യം എവിടെ നോക്കി പറയും. എവിടെ നോക്കിയിരുന്നല്ലോ ഇതേപോലെ ഒരു തങ്കക്കുടം പോലത്തെ ഒരു അമ്മ അച്ഛനും കിട്ടണായിട്ട് പുണ്യം ചെയ്യണ നീ. അത് തങ്കക്കുടം കുടം പോലെ കണ്ട വർത്തമാനം അയ്യോ ആശ്പിച്ച് മാറ്റട്ടെ. എന്തെന്നാ ഇപ്പൊ ആ ചേട്ടൻ നിങ്ങളെ ചേട്ടനോടും പറയുന്നുണ്ട്, ചെന്നൈയിൽ നിന്ന് മോൻ വണ്ടി ഓടിച്ച് വന്നതിന് 100 രൂപയോട് പറഞ്ഞേക്കണോ ടീച്ചറാ. സ്നേഹം ചെന്നൈന്ന് വണ്ടി ഓടിച്ച് വരാൻ കാരണം കാശില്ലായ്മ. വണ്ടി കയറ്റി വിടണമെങ്കിൽ 10,000, 6,000 ചിലവ് വരും. 7,500 ചെലവന്ന് കൂട്ടിക്കൊണ്ടായിരുന്നു. മീൻസ് 5 പ്ലസ് പിന്നെ ഇറക്കണേന്റെ കെട്ടണേന്റെ ഒക്കെ പുള്ളിക്ക് ടിക്കും വേണം. അപ്പൊ 6 രൂപ. അത് കഴിഞ്ഞ് എനിക്ക് ഇരിച്ചുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ അങ്ങനെ കലാകാരന്റെ മോനല്ലേ, അപ്പൊ എസിൽ വരുള്ളൂ. അപ്പൊ 1,700 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. മൊത്തം ഒരു 8 രൂപ എടുത്ത് ചെലവ് വരും. അപ്പൊ 2 രൂപ പെട്രോൾ അടിച്ചാൽ കഴിയും. പാത്രം തിരിച്ചു പോകുന്നു. ആന്നേ അതാണ് അങ്ങനെ നമ്മൾ പരിപ്പ് വറക്കാൻ ഇട്ടിട്ടുണ്ട്. മനുഷ്യന്മാരെ സംസാരിക്കട്ടെ. പരിപ്പ് ഇങ്ങനെ വറുത്തിട്ട് ഭയങ്കര സൗണ്ടായിരിക്കും. മൂക്കത്താൻ കുണ്ടി പിണക്കല്ലത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അങ്ങനെ പിന്നെ പറഞ്ഞ് ചീത്ത പറയാണ്ടിരിക്കാനായിട്ട്. മൂസത്താണ് കുണ്ടി മൂക്കത്താണ് ചുണ്ടി. ഇല്ല, അമ്മ ഇങ്ങനെ വർത്താനം പറയുമ്പോഴാണ് കുഴപ്പം. മിണ്ടാണ്ടിരുന്നാ മതി. ചെയ്യുന്നത് ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ചെയ്ത് സഹായിക്കാന്ന് വെച്ചാൽ അപ്പൊ ഇത് ഇടംപോലിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ മൂള്. അറിയാം ഇത് ആയോ ഇല്ല എന്നൊക്കെ. കൈ മാറ്റി നീ ഇതൊക്കെ വറുത്തിട്ട് ഇനി അത് ശർക്കര പനിയിട്ട് കുഴച്ചു ആണോ? അടി വാങ്ങാണ്ട് പൊക്ക കൊടുന്നു. അമ്മ അടിക്കുകയും ചെയ്യും. ചേട്ടനെ വഴക്കം പറയില്ല. എടുക്കാൻ പറഞ്ഞത് അമ്മ അച്ഛനല്ല. ചേട്ടനെ അടിക്കുകയില്ല, വേദന എടുക്കും. അടിക്കയില്ല, ചീത്ത പറയില്ല. പക്ഷെ എന്നെയാണെന്നുണ്ടെങ്കിൽ കണ്ണൂരിട്ടേ കാണും. കടിക്കരുത് കടിക്കരുത്. ഇല്ല ഇല്ല ഇല്ല. അമ്മ അടിക്കാൻ അവനെ. തിരി ഞാൻ അടിക്കാം. തിരി. ഷൂ ഇതിലൂടെ പോയി ചെല്ലു പോട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത കേട്ടോ അല്ലേ അമ്മേ? ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും, എന്നിട്ട് അവസാനം അത് മേടിക്കാനായിട്ട് പുറത്തു പോകും. എന്താണെന്നറിയോ, ഞങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രത്യേകത പറ. അല്ല, ഭക്ഷണം എല്ലാവരും കുറച്ചേ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളുടെ അളവ് കുറവായിരിക്കും. ഞങ്ങളിപ്പോ ഇതാ വലിയ ബക്കറ്റിലായിരുന്നു അരി മേടിച്ച് വെച്ചിരുന്നത്. അതിപ്പോ ഞങ്ങൾ ഈ ചെറിയ പോണിയിലേക്ക് മാറ്റി അല്ലേ? ഇപ്പൊ വലിയ ബക്കറ്റില് പട്ടിക്കും ചെറിയ പാത്രത്തില് ആൾക്കാർക്കും ഉണ്ട്. പുകയണോ?
ഞാനത് ഓഫ് ചെയ്തു. ബോംബിട്ടാ ഇനി പാല് മേടിച്ചു വന്നു കഴിയുമ്പോൾ കാപ്പിപ്പൊടി ഇല്ലാന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി മേടിക്കാൻ പോകും. അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്താണ് നമ്മൾ കാപ്പിയും ചായയും കുടിക്കാത്തത് കൊണ്ട് എന്നിട്ട് ചായ മാത്രമേ കുടിക്കുള്ളൂ. ഞാനും ഇതുപോലെ കാപ്പി കുടിച്ചിരുന്ന ആള്. ഡയറ്റ് കാരണം ഞങ്ങൾ രണ്ടുപേരും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളിത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ചൂടാറട്ടെ. അപ്പം ഇന്നൊരാളെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മഞ്ചേരിയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന്. ഇതാ ശ്രീകുട്ടനാണ്. കുറെ സാധനമൊക്കെ വന്നേക്കണം. പഴമുണ്ട്. പക്ഷെ ഈ പഴം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റില്ല. കണ്ണാടിന്റെ കുഞ്ഞാക്ക് ചോക്ലേറ്റാ. അതെ, 10 രൂപയുടെ ഡയറി മിൽക്കിന്റെ ആളാണ് കണ്ടേട്ടൻ. ഇവരെന്നെ കടയിൽ പോയി ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം. അതെ അതെ. എങ്ങനെ കൊടുക്കും? തൊടുപുഴ. അതെ, അദ്ദേഹം തിരുമേനിയാണ്. അമ്പലത്തിലെ ശാന്തിയുണ്ട്. അത് കൂടാണ്ട് മേളകലാകാരനും കൂടെയാണ് കേട്ടോ. ഇപ്പൊ കുന്നംകുളത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോണ വഴിയിൽ നമ്മുടെ വീടിന്റെ അതിൽ കൂടെ പോയപ്പോ ഇവിടെ കയറിയതാ. മഞ്ചേരി അല്ലേ സ്ഥലം? അരീക്കോട്. ഊണ് കഴിച്ചോട്ടെ. അതെ, അങ്ങനെ പെട്ടെന്ന് വന്നോണ്ട് കൂട്ടാനൊക്കെ ഒന്നുമില്ല. ഉള്ള കൂട്ടാനും കൂട്ടി കൊടുക്കാം. കിട്ടിയത് സന്തോഷമായി കഴിക്കുക. അപ്പൊ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഞാൻ പകുതിക്ക് നിർത്തി വെച്ചേക്കാം. ശ്രീകുട്ടൻ വന്നപ്പോ അതവിടെ നിർത്തി വെച്ചിട്ട് വർത്താനം പറയാൻ വന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാം. വത്സലേ ആയോ? എന്തത്ര താമസം? ഇതൊന്നേ അരിച്ചെടുക്കട്ടെ. ഏത്? പൊടിച്ചോ? ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കണേ? കാണിക്കേണ്ടത് പൊടിക്കുന്നത്. മിക്സി ഓൺ ആക്കണവരെ കാണിക്കണം. നമ്മളിനി ഇതിങ്ങനെ അരിച്ചെടുക്കണം. അരിക്കാണ്ടെടുത്താൽ എന്താ പറ്റുക? ഇത്തിരി തരി തരി ഉണ്ടാവും. അതിനിപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴുള്ള കഷ്ടപ്പാടുകൾ അല്ല മാം. എടുക്കുമ്പോ അല്ലെങ്കിലും അങ്ങനെ പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. അല്ല വൃത്തിയായി. അപ്പം നമ്മളതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര നല്ലപോലെ ചൂടാറിട്ടോ. നല്ലപോലെ ചൂടാറണം. ആ ചൂടാറാനായിട്ടുള്ള കാരണക്കാരൻ നമ്മുടെ ഇപ്പോൾ വന്ന ഏട്ടൻ ആണ്. അതുകൊണ്ട് ശ്രീകുട്ടൻ പോയി കട്ടപ്പനയ്ക്ക് പോയി. ചൂടാവട്ടെ. നമുക്ക് ഇതൊന്നും ഇതിൽ മിക്സ് ചെയ്യണം. 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ വറുത്തതിന്റെ അളവല്ല കേട്ടോ. മൊത്തത്തിൽ ഈ പൊടി 1 കപ്പ് എടുക്കുമ്പോൾ 1 കപ്പ് ശർക്കര, അതുപോലെ 2.5 കപ്പ് വെള്ളം. കട്ടയില്ലാണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഇനി ഇത് കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് എന്ത് ചെയ്യൂ? നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചു. ഇനി എന്ത് ചെയ്യാൻ പോണേ? ഇത് ഒഴിക്കണം. അതിങ്ങനെ ഒഴിക്കുക. തീയ നല്ല കുറച്ച് വെച്ചിട്ട് പതുക്കായിട്ട് നമുക്ക്. ഞങ്ങൾ സത്യസന്ധരാണ്. തീയൊക്കെ കുറച്ച് വെച്ചേക്കാം. കുറുക്കി ഇടുക. ഇപ്പൊ എന്താ കട്ട പിടിക്കുന്നത്? അങ്ങനെ അത് വെന്ത് കുറുകി വരില്ലേ? നല്ല നെയ്യിന്റെ വാസന ഉണ്ട്. അതവിടെ ഇട്ടിട്ട് പോയി. അതിങ്ങോട്ട് എന്താ രസം. ഇതൊക്കെ പണ്ട് കഴിക്കുമ്പോഴേ ഒരുപാട് ആരോഗ്യത്തിന് ഗുണം ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണന്മാരൊക്കെ പണ്ട് ഇതുപോലത്തെ കാര്യങ്ങളാണ് ഉണ്ടാക്കി കഴിച്ചിരുന്നതും. ഉഴുന്ന് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ നല്ലതാണെന്നാണ്. അതെ, ഈ ബഹളം നിങ്ങൾ
ഇതാക്കണ്ട, അവിടെ ക്ലാസ് നടക്കണ്ട, അമൃതവർഷ ഡാൻസ് പഠിപ്പിക്കണം. അതായത് നമ്മളിപ്പോ ഈ ശരീരം അനങ്ങാത്ത ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് ഉഴുത് പറ്റില്ല, മറ്റത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ ഉള്ളത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. ഇതിലേക്ക് നമ്മളിപ്പോ ഇത്തിരി നെയ്യും കൂടെ ചേർത്തു. അതായത് ഇങ്ങനെ വിട്ട് വരണം പാത്രത്തിൽ നിന്ന്. അതിന് പാകത്തിന് ഓരോ സ്പൂണ് ചേർക്കാം. തത്വത്ര ഡിയറായി ചെയ്യും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും നെയ്യ് ചേർത്തോണ്ടേ ഇരിക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു 3 സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 സ്പൂണ് ചേർത്തിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. ഓ എന്താ അത് പാത്രങ്ങൾ നിൽക്കണില്ലല്ലോ സ്ഥലത്ത്. ഉള്ളിലേക്ക് ഓട്ടേണ്ട, അടിയിലേക്കാണ് നെയ്യ് പോണേ. അതൊന്നുമില്ല, അതൊക്കെ ഇത് വലിച്ചെടുക്കണതാ. ഇതാ വീണ്ടും നെയ്യ്. ഇതെന്താ 4 സ്പൂൺ മതി എന്ന് പറഞ്ഞിട്ട്? എടാ ഇത് ആകെ ഞാൻ കുഞ്ഞു കുപ്പിന്നല്ലേ എടുക്കണേ. ആ ചീഞ്ഞ തുണി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇത് ചീഞ്ഞു ആട്ടിക്ക് മേടിക്കൂട്ടോ നീ. അങ്ങനെ ഇത്രേ ഉള്ളൂ, റെഡിയായി. നമ്മുടെ കുമ്മായം റെഡി. ഇതെങ്ങനെ വെന്തോന്ന് എങ്ങനെ നോക്കും? കൈ നനച്ചിട്ട് പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കാം. അപ്പൊ കയ്യിൽ ഒട്ടണില്ലെങ്കിൽ കറക്റ്റ്. പിന്നെ ഇത്രയും നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ എങ്ങനെ ഒട്ടണേ? അതതിന് മുമ്പാണെങ്കിൽ ഒട്ടില്ലടാ. ഓ നീ എന്നെ നീ കഴിക്കണ്ട പോ. കണ്ടിട്ട് അതിൽ വെള്ളം വരുന്നു. അപ്പോഴാണ് ഇതെങ്ങനെ ഒരു അലുവ പോലെ ആക്കിയിട്ട് ഞാൻ മുറിച്ച് ഓരോ കഷ്ണം ഇങ്ങനെ എടുത്ത് അങ്ങനെ കഴിക്കുമ്പോ കണ്ടോ, നമ്മുടെ പാൽക്കോവ കറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നത് അല്ലേ മേ? പാൽക്കോവ കറുത്ത് അങ്ങനെ ഇരിക്കുക. പിന്നേന്ന് ഞങ്ങൾക്ക് കഴിക്കാനല്ലല്ലോ, നിങ്ങൾക്ക് കഴിക്കാനല്ലേ. നീ തീർന്നു. നല്ലൊരു പലഹാരമാണ്. എന്താ മധുരമുള്ള ആകാശ് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയത്. അമ്മ മധുരമുള്ള ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വീര്യം ഉണ്ടായില്ല. മധുരപ്രിയനാണല്ലോ അവൻ. ഇത്തിരി നെയ്യ് ചെലവുണ്ട്. ഞാനിപ്പോ ഇതില് ഒരു 50 ഗ്രാം 60 അവസാനം ചേർത്ത് 2 സ്പൂൺ. ശരി 60 ഗ്രാം നെയ്യ് ചേർത്തിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാ. ചെലവ് അധികമില്ല, നെയ്യിന്റെ മാത്രമേ കാശുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതാ. അതെ, ഗ്യാസ് ഓഫ് ചെയ്തു. ചൂടുണ്ടാവും. എന്തിനാ ഇപ്പൊ ഉണ്ടോട്ടുണ്ടെങ്കിൽ തന്നാ മതി. കൈ പൊള്ളരുത്. നലിഞ്ഞിറങ്ങി പോണു. സൂപ്പറാ. അമ്മമ്മ മോനെ ഒരു ചായയാണ്. പാർവനത്തിൽ താടി വെച്ചൂടെ? ആകാശിന്റെ പോലെ ഉണ്ടൊന്നുമില്ല, നമ്മളിങ്ങനെ എടുക്കുക, വലിയ സ്പൂണിൽ എടുക്കുക. കൈ പൊള്ളും ആവി പറക്കണു. കുറേ കഴിക്കല്ലേ. ടേസ്റ്റ് നോക്കൂ. ഇത് ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ളൂ, അച്ഛനും ഞാൻ മോന് മാത്രമേ കഴിക്കുള്ളൂ. ഷുഗറാണ്. അച്ഛൻ കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടോന്ന്. സൂപ്പർ. അച്ഛൻ കഴിക്കൂ. മറ്റേ സാധനം ഉണ്ടല്ലോ. ഒരു ഉണ്ട വായിൽ വെച്ച് കഴിഞ്ഞു ഓൾറെഡി. എന്റെ പാർവന് ഇതൊക്കെ ഉണ്ടാകാനറിയാം. ചിറ്റേത്ത് കുടുംബത്തിന്ന് പഠിപ്പിച്ചു വിട്ടതാ അതൊക്കെ. പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണേ. നോക്കട്ടെ സൗന്ദര്യം. ഇതെന്തൊക്കെ ഇട്ട കപ്പലിലേക്ക് ഉണ്ടല്ലേ സാധനം? ഉഴുന്ന്, ചെറുവറ്റും പരിപ്പ്, ലേശ അരി, നെയ്യ്, ശർക്കര, ഇത്ര ഉണ്ടെങ്കിൽ ഗംഭീരായി. സൂപ്പർ.
സുമേച്ചി ആ വരിക സുമേ അങ്ങോട്ട് കഴിക്കുക. ചൂടുണ്ട് കേട്ടോ. ഷുഗർ ഉള്ളതാണ്. ശർക്കര പിന്നെ ഷുഗറിന് കുഴപ്പമില്ല. ഇപ്പൊ ഷുഗർ എത്രയുണ്ട്? 950. ഇല്ല, 200 അത്രേ ഉള്ളൂ. സിമ്പിൾ. വളരെ കുറവ്. കഴിക്കാതെ ഭക്ഷണത്താ നോക്കട്ടെ. കഴിക്കേ. മൊത്തം കഴിക്കത്. ഞാൻ ഇതിലും വലിയ ഉണ്ട കഴിച്ചല്ലോ. അതെ, ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഇതിനും പാത്തിന് ഇത് നല്ലതാ. കുട്ടികളോ അനന്യ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ചൂടുണ്ട് കേട്ടോ. ഊതി കഴിക്കണേ. ഇവിടുത്തെ ഡാൻസിന്റെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ ഒരാളായ സുന്ദരിയാണത്. വായിൽ വെക്കണേന്ന് പിന്നെ കൊള്ളാതെ ടീച്ചറെ പോക്കി പറഞ്ഞല്ലേ നീ. ടീച്ചർ പൊക്കി പറഞ്ഞ നിനക്കെന്താ? അവളെങ്കിലും മോളല്ലേ, നിനക്കെന്ത് കുശുമ്പ്? കുശുമ്പാണ്. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കൂട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. നമസ്തേ. സ്പൂണ് കഴിയും. നമസ്തേ. പഠിക്കാൻ വന്നാണ് നിങ്ങള്? ആണോ? എന്തൊട്ട പേര്? ആര്യ ഗോപിൻ. എന്തൊട്ട പേര്? അഹല്യ. എങ്ങനെയുണ്ടായിരുന്നു പലഹാരം? സൂപ്പറാണോ? കഴിഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളോ? അപ്പൊ പുതിയ വീഡിയോയിൽ നോക്കാം. ബൈ ബൈ. അപ്പൊ ഞാനേ ഭക്ഷണം കഴിച്ചിട്ടില്ല. കുട്ടികൾ വന്ന് വേഗം കഴിക്കും.